ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്ന ധ്യാനചിന്ത നമ്മൾ തുടരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരാജയം വിജയകാരണമായി മാറാം എന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ സംഭവിച്ചേക്കാം. അതിൻ്റെ പേരിൽ ഡിപ്രഷനിലേക്കും അതുപോലെ നിരാശയിലേക്കും ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയിലേക്കും ഒക്കെ പോയിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, ചില പരാജയങ്ങൾ വിജയകാരണമായി മാറാം. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. ഒരു പോലീസ് മേധാവി ധ്യാനത്തിന് വരാൻ കാരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകൾ വിവാഹം കഴിഞ്ഞത് നല്ല ഗംഭീരമായ രീതിയിൽ ആഡംബരം നിറഞ്ഞ ഒരു വിവാഹ ചടങ്ങായിരുന്നു. അങ്ങനെയെല്ലാം വിവാഹം നടത്തി വിട്ടു. പക്ഷേ 1 വർഷത്തോളം കഷ്ടിച്ച് ഭർതൃഗൃഹത്തിൽ അവൾ കഴിഞ്ഞുള്ളൂ. അവൾ അവിടെ നിന്ന് അവൾക്ക് അവിടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. ഇനി അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞത് അവൾ തിരിച്ച് ഭർതൃഗൃഹത്തിലേക്ക് പോകില്ല. അവൾ പള്ളി പോകാൻ വിസമ്മതിക്കുന്നു. ഒരു ജോലി നോക്കി അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ അവൾ വിസമ്മതിക്കുന്നു. അവളെ ഒരു കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് അതിനും വിസമ്മതിക്കുന്നു. അങ്ങനെ ആകപ്പാടെ ഡിപ്രഷനിലേക്ക് പോയി ആര് എന്തു പറഞ്ഞാലും അതൊന്നും ചെവിക്കൊള്ളാതെ ജീവിക്കുന്ന ഒരവസ്ഥ. ഇത് കണ്ട് മനസ്സ് മടുത്ത് ഇരുന്ന അവസ്ഥയിൽ ആരോ സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ പോലീസ് മേധാവി അദ്ദേഹം ഒരു ധ്യാനം കൂടാൻ മനസ്സ് കാണിച്ചത്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എന്തായിരുന്നാലും ഞാൻ ധ്യാനത്തിന് വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: മൈ ട്രെൻഡ് ഓഫ് തോട്ട് ചേഞ്ച്ഡ്. എൻ്റെ ആ ചിന്താധാര തന്നെ മാറി. നേരത്തെ ഇങ്ങനെ ദൈവിക ചിന്തകളോ പ്രാർത്ഥിക്കുന്ന കാര്യം ധ്യാനം കൂടുന്ന കാര്യം അങ്ങനെ ഒരു ചിന്തയും മനസ്സിൽ കൂടെ പോയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പം എൻ്റെ ചിന്താധാര അത് കംപ്ലീറ്റ് മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ആധ്യാത്മിക ഉന്നമനത്തിന് അത് കാരണമായി മാറി. എനിക്കറിയാവുന്ന മറ്റൊരു യുവതി CA എക്സാമിന് വേണ്ടി പഠിച്ചു, പരീക്ഷ എഴുതി, റിസൾട്ട് വന്നപ്പോൾ അവൾ തോറ്റുപോയി. അങ്ങനെ തോറ്റത് കൊണ്ട് പിന്നീട് എക്സാമിന് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് സമയമുണ്ടായിരുന്നു. ധ്യാന കേന്ദ്രത്തിൽ വന്നു, അവൾ ശുശ്രൂഷ ചെയ്തു. ആ ശുശ്രൂഷ ധ്യാന കേന്ദ്രത്തിനും വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് മാറി. പിന്നീട് അവർ ദൈവാനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ അവൾ എക്സാം എഴുതി വിജയിക്കുകയും ചെയ്തു. നല്ലൊരു നിലയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില പരാജയങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിന് കാരണമായി മാറാവുന്നതേ ഉള്ളൂ. ആ രീതിയിൽ എടുക്കാൻ പ്രത്യാശയോടെ നമ്മൾ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ദൈവം താൽക്കാലികമായ ഒരു പരാജയം നഷ്ടം അനുവദിച്ചാലും അത് ജീവിത വിജയത്തിന് കാരണമായി മാറാം. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാമല്ലോ, യേശുവിൻ്റെ കുരിശുമരണം ലോകദൃഷ്ടിയിൽ ഒരു പരാജയമായിരുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തോടെ ആഹ്ലാദിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ശല്യം തീർന്നു, അവനായിരുന്നു ഞങ്ങളുടെ ശല്യം, ആ ശല്യം തീർന്നു എന്ന് ചിന്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവരുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നു, യേശു ഉത്ഥാനം ചെയ്തപ്പോൾ അവൻ്റെ മരണത്തിൽ ആഹ്ലാദിച്ചവർ നിരാശപ്പെട്ടു. എന്നാൽ അവൻ്റെ മരണത്തിൽ സങ്കടപ്പെട്ടവർ, നഷ്ടബോധം അനുഭവിച്ചവർ അവൻ ഉത്ഥാനം ചെയ്തപ്പോൾ ആഹ്ലാദിക്കുന്നവരായിട്ട് മാറി. പറയുണ്ട്, ലോകദൃഷ്ടിയിൽ പരാജയമെന്ന് കാണുന്നത് ദൈവമക്കൾക്ക് ചിലപ്പോൾ വിജയമായിരിക്കാം. അങ്ങനെ കാണാൻ അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 18 പറഞ്ഞിട്ടുണ്ട്, വെളിപ്പെടാനിരിക്കുന്ന മഹത്വം അത് നമ്മൾ വിസ്മരിക്കരുത്. അത് കാണാൻ പറ്റുന്നവർക്ക് ഇന്നത്തെ കഷ്ടത വെറും നിസാരമായിട്ട് കാണാൻ പറ്റും, എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് വരേണ്ടവരാണ് ദൈവമക്കളായി നമ്മൾ. രണ്ടാമത്തെ കാര്യം, മരണം പോലും മഹത്വകാരണമാകാം എന്നുള്ളത് നാം വിസ്മരിക്കരുത്. അത് നമ്മുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചതായിരിക്കാം, ഉറ്റവരുടെ ഉടയവരുടെ ഇടയിൽ ഒരു മരണം സംഭവിച്ചതായിരിക്കാം, നമുക്ക് അസ്വീകാര്യമായ ഒരു മരണം നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ 11-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ലാസറിൻ്റെ കാര്യം, അവൻ രോഗിയായിരുന്നപ്പോൾ യേശുവിന് അറിവ് കിട്ടിയതാണ്, നിന്റെ സുഹൃത്ത് ലാസർ രോഗിയായിട്ടിരിക്കുന്നു. യേശു പോയില്ല. നമ്മൾ കാണുന്നു, പിന്നീട് ശിഷ്യന്മാരോട് അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് മരണത്തിൽ കലാശിക്കേണ്ടതല്ല, ദൈവമഹത്വത്തിൽ കലാശിക്കേണ്ടതാണ്. അത് സംഭവിക്കുകയും ചെയ്തു. ലാസർ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു. അതിനുശേഷം നമ്മൾ കാണുന്നു, യേശു പോയിട്ട് അവനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് വലിയ മഹത്വമുണ്ടായത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് മരണത്തിൽ കലാശിക്കേണ്ടതല്ല, ദൈവമഹത്വത്തിൽ കലാശിക്കേണ്ടതാണ്. നമുക്ക് അസ്വീകാര്യമായ രീതിയിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാളുടെ മരണം സംഭവിച്ചാൽ പോലും അത് എടുക്കേണ്ടതുപോലെ എടുക്കുകയാണെങ്കിൽ വലിയൊരു നേട്ടത്തിലേക്ക് അത് നമ്മളെ നയിക്കും. അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ. 2 സാമുവേൽ 12-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ബത്ശബായിൽ അവനുണ്ടായ കുഞ്ഞിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചു. ആ മരണം എടുക്കേണ്ടതുപോലെ എടുത്തപ്പോൾ അവന് വീണ്ടും ജനിച്ച ഒരു കുഞ്ഞാണ് സോളമൻ. അവൻ ലോകപ്രശസ്തനായ ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം, സാമ്പത്തിക നഷ്ടം ചിലപ്പോൾ നമുക്ക് ആത്മീയ നേട്ടത്തിന് കാരണമാകാം. അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്,
ഈ ധനവാന്മാരെ കർത്താവ് എളിമപ്പെടുത്തുമ്പോൾ അതിൽ നിരാശപ്പെടരുത്, അതിൽ നിങ്ങൾ ആശങ്കപ്പെടരുത്. ദൈവം അങ്ങനെ എളിമപ്പെടുത്തിയത്, ഒരുപക്ഷെ നമ്മൾ ധനമെടുത്ത് മാറ്റിയത് ആത്മീയ സമ്പത്തുള്ളവരാകാൻ, ആത്മനാശത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം. ഈ ഒരു കാര്യം നമ്മൾ മറക്കാതിരുന്നാൽ മത്തായി 5:3 പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്താണ് അതിൻ്റെ ശരിക്കുള്ള സന്ദേശം? ആത്മീയ സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാർ. ലൗകിക സമ്പത്ത് കൈവിട്ടു പോകുമ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പേരിൽ നമുക്ക് ആത്മീയ സമ്പത്തുള്ളവരായി മാറാൻ പറ്റും. 2 കൊരിന്തോസ് 8:9 പഠിപ്പിക്കുന്നത്, അവിടുന്ന് സകലത്തിൻ്റെയും ഉടയവനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി മാറി. യേശു ചെയ്തൊരു കാര്യമാണ് അവിടെ നമ്മൾ കാണുക. എന്തിനു വേണ്ടിയായിരുന്നു? തൻ്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മളെ സമ്പന്നരാക്കാൻ. പറയുകൊണ്ട് ഈ മനോഭാവം ധരിച്ചാൽ, യേശുവിനെ പോലെ ദാരിദ്ര്യം അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ, ലളിത ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറായാൽ, ഉയർന്ന ചിന്താഗതിക്കാരായിട്ട് നമ്മൾ മാറുമ്പോൾ ആത്മീയ സമ്പത്തുള്ളവരായി നാം മാറും. അങ്ങനെ പരാജയത്തിലെ വിജയം കണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറി ജീവിതം വിജയം വരിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത്, പല പരാജയങ്ങളുടെ പേരിൽ ഇന്ന് നിരാശയിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് പ്രത്യാശ പകരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.